തന്നെ വളരെ തിരക്കേറിയ എന്ന് പറഞ്ഞാൽ നമുക്ക് വൈകിട്ടൊക്കെ ആണെങ്കിൽ ആളുകൾക്ക് അങ്ങനെ നിന്ന് തിരിയാൻ കഴിയാത്ത വിധം തിരക്കേറിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഈ പഴയ ഡൽഹിയിലെ ഈ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ അത് ഈ ലാൽ കില മെട്രോ സ്റ്റേഷൻ തന്നെ ഈ സ്ഫോടനത്തിൽ അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചു എന്ന് വേണം പറയേണ്ടത്. ആ സ്റ്റേഷൻ്റെയൊക്കെ പല ഗ്ലാസുകൾ ചില്ലുകളൊക്കെ തകരുന്ന സ്ഥിതി, അത്രത്തോളം ശക്തമായ സ്ഫോടനമാണ് നടന്നിരുന്നത്. അത് കൂടാതെ തന്നെ ഇവിടുന്ന് നമ്മൾ ഈ റെഡ് ഫോർട്ട് ഏരിയയിൽ നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ രാഷ്ട്രപതി ഭവൻ ഉൾപ്പെടുന്ന ആ സ്ഥലത്തേക്ക്, രാജ്പഥ് മേഖലയിലേക്കുള്ളത്. ഇന്ത്യ ഗേറ്റിലേക്ക് ഏതാണ്ട് 4 കിലോമീറ്റർ, തൊട്ടപ്പുറത്ത് രാജ്ഘട്ട്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ റെഡ് ഫോർട്ട് ഏരിയ, ഈ ചെങ്കോട്ട ഏരിയ. അവിടെയാണ് ഈ ഭീകരാക്രമണം നടന്നത്. ഏതായാലും ഇവിടെ ഈ കാർ പാർക്ക് ചെയ്തിരുന്ന അടക്കമുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ബദർപൂർ പ്രദേശത്ത് നിന്നാണ് ഈ കാർ ഡൽഹിയിലേക്ക് എത്തിയത്. ബദർപൂർ എന്ന് പറയുന്നത് ഫരീദാബാദ് കഴിഞ്ഞു വന്നാൽ ബദർപൂറാണ്. ബദർപൂർ വഴി ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നു ഈ കാറ്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഡ്രൈവറുടെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിന്നീട് ഈ ഡ്രൈവർ മാസ്ക് ധരിച്ച നിലയിലാണ് എന്ന കാര്യവും അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയയിൽ ഏതാണ്ട് 3:48 ഈ കാറ് അവിടെ പാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം 3:19 കാർ പാർക്ക് ചെയ്യുന്നത്. 6:48 ആ കാർ അവിടെ നിന്ന് ഈ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും കണ്ടിട്ടുണ്ട്. അതിനു മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട തന്നെ തിരക്കേറിയ മറ്റു ചില സ്ഥലങ്ങൾ, കശ്മീരി ഗേറ്റ്, അവിടെ ഇൻ്റർസ്റ്റേറ്റ് ബസ് ടെർമിനലുള്ള സ്ഥലമാണ്. വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള ബസ്സുകൾ പോകുന്ന സ്ഥലമാണ് ഈ കശ്മീരി ഗേറ്റ്. പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ, മെട്രോ സ്റ്റേഷനൊക്കെ ഉള്ള സ്ഥലമാണ് കശ്മീരി ഗേറ്റ്. അതുപോലെ ദരിയാഗഞ്ച്, ഈ പ്രദേശങ്ങളിലൂടെയൊക്കെ ഈ കാർ സഞ്ചരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും വലിയൊരു ഭീകരാക്രമണം അവർ ആസൂത്രണം ചെയ്തിരുന്നു. പക്ഷേ അത് ട്രാഫിക് സിഗ്നലിൽ കുടുങ്ങി ഒരുപക്ഷെ അവിടെ വെച്ച് തന്നെ ഈ കാർ പൊട്ടിച്ചിതറുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഡോക്ടർ ഉമർ മുഹമ്മദ് എന്നയാളാണ് ഈ ഭീകരാക്രമണത്തിൻ്റെ ആസൂത്രകൻ എന്ന നിലയിലേക്ക് ഇപ്പോൾ അന്വേഷണം എത്തുന്നുണ്ട്.